ശരവണ ഭവൻ സ്റ്റൈലിലുള്ള വെജ് കുറുമേൻ്റെ റെസിപ്പി നമുക്കൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ തന്നെ പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ ഇടിയപ്പത്തിനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതാണ് ഇതിന് പ്രത്യേക ഒരു രുചി കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ രുചിയിൽ തന്നെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, എത്ര കഴിച്ചാലും മതിയാകില്ല. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു കുക്കറിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. സാധാരണ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണോ നമ്മൾ എടുക്കുന്നത് അതൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാനൊരു സവാള, അതുപോലെ തന്നെ ഒരു വലിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, പിന്നെ ഒരു 3-4 നമ്മൾ ബീൻസുമാണ് എടുത്തത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം, അതുപോലെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ എടുക്കാം, പിന്നെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഞാനിത് ഒന്ന് വേവിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് വേവുന്ന സമയം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്ക, ഒരു കഷ്ണം പട്ട, 1-2 ഗ്രാമ്പൂ ചേർക്കാം. പിന്നെ ഒരു 5-6 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി പോകണ്ട കേട്ടോ. കാഷ്യൂനട്ട് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു കൊഴുപ്പ് രസമായിരിക്കും, അതുകൊണ്ട് ഒരു 5-6 എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം സവാള. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നതിന് പെരിഞ്ജീരകമാണ്. അത് ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അധികം കൂടേണ്ട, ഭയങ്കര കയ്പ്പ് ഉണ്ടാവേ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇനി കറിയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് ഇത് അരക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ, അതാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ അത്യാവശ്യം നമ്മൾ വേണ്ടുന്ന സ്പൈസസ് ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാനുള്ള ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഒരു പച്ചക്കറി വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെ മാത്രമേ ഞാൻ വേവിച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ, ഒരു വിസിൽ വരുന്ന വിധത്തിൽ വേവിച്ച് കൊടുക്കുക. അപ്പോൾ കുക്കറിനും നമ്മളെ ആ ഒരു ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് വേവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഉടച്ച് കുത്തി ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല കൊഴുപ്പൊന്നും വേണ്ട. അത്യാവശ്യം കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരു ഇത്തിരി കൊഴുപ്പ് വേണം കേട്ടോ ഈ കറിക്ക്. ഇനി നമ്മൾ നേരത്തെ അരച്ചു കൊണ്ടുവന്ന നമ്മൾ ആ തേങ്ങേൻ്റെ പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരവണ ഭവനിൽ കിട്ടുന്ന വെജ് കുറുമേൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ അരക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ കുറച്ച് സ്പൈസസും പിന്നെ അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ അത് നല്ല കട്ടിയായിരിക്കും, അതുകൊണ്ട് അത്യാവശ്യം ലൂസായിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഇനി കറീൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ കറി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം കുറുകി പോകും. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് തന്നെ ഇത് നിങ്ങൾ തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. നമ്മളത് അരക്കുമ്പോൾ ചേർക്കുന്നേ ഉള്ളൂ, കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ചേർക്കുന്നില്ലേ. ഇനിയും നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ 1-2 പച്ചമുളക് അരക്കുന്ന സമയത്ത് കൂടുതൽ എടുത്താൽ മതിയേ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം. പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് കറക്റ്റാണ് കേട്ടോ, ഞാൻ 2 ചേർത്ത് അരച്ചത് ആ ഒരു തേങ്ങക്ക് കറക്റ്റ് അളവാണ്. അത്യാവശ്യം നല്ല എരിവ് തന്നെയുണ്ട്, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ചെറിയൊരു പുളിപ്പ് രസവും വേണം കേട്ടോ, അതുകൊണ്ട് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തൈര് ചേർത്താൽ മതി. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ തൈര് ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഒരു കഷ്ണം പുളിയുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകുകയും, അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയത്. കുറച്ചും കൂടിയും കഴിയുമ്പോൾ ഇതൊന്ന് തണുക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടിയും കുറുകും. ഈ ഒരു കറക്റ്റ് പാകമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് ചേർക്കാൻ മറക്കരുത്. അതുപോലെ കോളിഫ്ലവറും പിന്നെ മഷ്റൂമും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഒരുപാട് പച്ചക്കറികളുടെ ആവശ്യമൊന്നും ഇതിനില്ല. ഇത്രയും നമ്മുടെ കയ്യിലുള്ളത് എത്രയാണോ വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്താൽ മതി. ഏകദേശം എല്ലാവരുടെ അടുത്തും ഈ ബീൻസും ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാത്രം ചേർത്താൽ മതി. എന്നാലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കറി ഇതാ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഒന്ന് തണുക്കുമ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു കറിയിൽ ചേർക്കുന്ന ചേരുവകൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊരു കറി ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തയക്കാൻ നല്ലൊരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപോലെയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കറിയൊക്കെ മടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ട് ഹോട്ടൽ സ്റ്റൈലൊക്കെ തയ്യാറാക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതിൽ വറുത്തിടുന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വറുത്തിടുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറുത്തിടുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്